الحمد لله الذي فاطر السماوات والأرض، الذي خلقنا وسوانا ورزقنا، الذي أنزل من السماء ماء. الحمد لله الذي بنعمته تتم الصالحات، وبمنه وبفضله تتنزل الخيرات والبركات. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة، يقاتلون في سبيل الله فيقتلون ويقتلون، وعدا عليه حقا في التوراة والإنجيل والقرآن. ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به، وذلك هو الفوز العظيم. صدق الله العلي العظيم. فيا عباد الله، أوصيكم إياي أولا بتقوى الله. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ, ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിതം മുഴുവനും അവന് വഴങ്ങി വണങ്ങി വിനീതദാസന്മാരായി ജീവിക്കണമെന്നും അങ്ങനെയുള്ള ജീവിതം സാധ്യമാക്കിയാൽ മാത്രമാണ് ഇഹപര വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സഅദ് ബിൻ അബി വഖാസും അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ്, രണ്ട് പ്രമുഖ സ്വഹാബി വര്യന്മാർ തമ്മിലുള്ള ഒരു സംഭാഷണം, കോൺവെർസേഷൻ സഅദ് നബി വഖാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉഹുദ് യുദ്ധം നടക്കാൻ പോകുന്നതിന്റെ തലേ നടക്കുന്ന സംഭാഷണമാണ്.
അവർ ആ സ്ഥലത്ത് വന്നെത്തി. അങ്ങനെ അല്ലാ തഅ്തീനദുള്ള, നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കണ്ടേ? ഫഖലൗ ഫീ നാഹിയ ഫദഅ സഅദ് ഫഖാൽ, അങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആദ്യം സഅദ് നബി വഖാസ് പ്രാർത്ഥിക്കാൻ, യാ റബ്ബ് ഇദാ ലഖീനൽ ഖൗമ ഗദൻ, അല്ലാഹുവേ നാളെ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ, ഫലഖീനി റജുലൻ ശദീദൻ ബഅസുഹു ശദീദൻ ഹർദ, അല്ലാഹുവേ എനിക്ക് നല്ല ബലിഷ്ഠനായ നല്ല ശക്തിയുള്ള ഒരാളുമായിട്ട് പോരാടാനുള്ള ഭാഗ്യം ലഭിക്കണമേ. ഫഉഖാതിൽഹു ഫീക വയഖ്തുലനി, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനുമായിട്ട് യുദ്ധം ചെയ്യും, അവൻ എന്നോടും പോരാടും. സുമ്മ ർസുഖ്നി അലൈഹ അൽളഫർ ഹത്താ അഖ്തുലഹു വഅഖദ സൽബഹു, അങ്ങനെ അവസാനം എനിക്ക് വിജയം ലഭിക്കും, ഞാൻ അദ്ദേഹത്തെ വധിക്കും, അദ്ദേഹത്തിന്റെ യുദ്ധം മുതൽ ഞാൻ കൈക്കലാക്കും. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷം എനിക്ക് സംജാതമാക്കണമേ റബ്ബേ എന്ന് സഹാബി വര്യൻ സഅദ് നബി വഖാസ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാർത്ഥന അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഗദൻ റജുലൻ ശദീദൻ ഹർദു ശദീദൻ ബഅസുഹു ഉഖാതിൽഹു ഫീക യുഖാതിലുനി. ഇതുവരെ സമാനമായ രീതിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, നല്ല മല്ലനായ ഒരാളെ എനിക്ക് ലഭിക്കണമേ, അദ്ദേഹവുമായിട്ട് ഞാൻ പോരാടും. സുമ്മ യഖുദ്നി ഫയജിദ ഉൻഫി വഉദ്നി, അങ്ങനെ അദ്ദേഹം എൻ്റെ ചെവിയെ ഛേദിക്കും, എൻ്റെ മൂക്കിനെ അദ്ദേഹം മുറിക്കും. ഫഇദാ ലഖീതുക ഗദൻ ഖുൽത് യാ അബ്ദുല്ലാഹ് ഫീമ ജദ അൻഫുക വഉദ്നുക, അങ്ങനെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു എന്നോട് ചോദിക്കും, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, നിന്റെ മൂക്കിനും നിന്റെ ചെവിക്കും എന്താണ് പറ്റിയത്? അപ്പോ ഞാൻ അള്ളാഹിനോട് പറയും, വഅഖൂൽ ഫീക വഫീ റസൂലിക, അത് നിന്റെ മാർഗത്തിലും നിന്റെ റസൂലിന്റെ മാർഗത്തിലും പടപൊരുതിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ അടയാളങ്ങളാണ് എൻ്റെ മുഖത്തും എൻ്റെ ചെവിയിലും ഉള്ളത് എന്ന് അദ്ദേഹം പറയും. അപ്പോ അള്ളാഹു തിരിച്ചു പറയും, സദഖ്ത, നീതാ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഖാല സഅദ് കാന ദഅവതു അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഖൈറൻ മിൻ ദഅവതി, അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ച പോലെ തന്നെ സംഭവിക്കാൻ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്താണോ ആഗ്രഹിച്ചത്, എങ്ങനെയുള്ള പോരാട്ടമാണോ ആഗ്രഹിച്ചത്, എങ്ങനെയുള്ള മരണമാണോ ആഗ്രഹിച്ചത്, അതേപോലെയുള്ള മരണം അദ്ദേഹത്തിന് അള്ളാഹു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ. ഇത് കണ്ട സഅദ് നബി വഖാസ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാനത് ദഅവത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഖൈറൻ മിൻ ദഅവതി, എന്റെ പ്രാർത്ഥനയേക്കാളും ഏറ്റവും നല്ല പ്രാർത്ഥന, ഖൈറായ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. പിന്നീട് അദ്ദേഹം ചെവിയും മൂക്കൊക്കെ അറ്റുപോയ രീതിയിൽ ഈ സഅദ് നബി വഖാസിന്റെ യുദ്ധവും അദ്ദേഹത്തെ കാണുകയാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സഹാബി അദ്ദേഹം ഭാവന ചെയ്യാൻ, അദ്ദേഹത്തിന്റെ ഇമാജിനേഷനാണ് അള്ളാഹുമായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പോരാടി എനിക്കിങ്ങനെ മരിക്കണം, എൻ്റെ ഹുസ്നുൽ ഖാത്തിമ, എൻ്റെ പര്യവസാനം ഏറ്റവും മനോഹരമായിരിക്കണം എന്നാണ് പ്രാർത്ഥന. അപ്പൊ അവർക്ക് വിജയം ലഭിക്കാന്ന് മാത്രമായിരുന്നില്ല ലക്ഷ്യം, നസ്ർ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇസ്തിഷ്ഹാദ്, ഷഹാദത്തും സഹാബാക്കളുടെ സ്വപ്നമായിരുന്നു എന്നാണ്. അതാണ് അബൂ ഉബൈദയൊക്കെ പിന്നെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് ഇമ്മാ നസ്റൻ ഔ ഇസ്തിഷ്ഹാദ്, ഇത് രണ്ടും ഒന്നിച്ചു പറയും. ഞങ്ങളുടെ ഈ പോരാട്ടത്തിന്റെ അവസ്ഥ ഒന്നെങ്കിൽ നസ്റാണ്, ഒന്നെങ്കിൽ വിജയമാണ്, അല്ലെങ്കിൽ ആ വിജയത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് പ്രധാനമാണ്
ഇസ്തിഷ്ഹാദും ഷഹാദത്തും ഞങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ് എന്നാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ അതുമായി നമ്മൾ ജീവിക്കുന്ന കാലവുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കണം. നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താഗതി, മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ, അതേസമയം തന്നെ സ്വഹാബാക്കളുടെ അവർ ആഗ്രഹിച്ച ലൈഫ് സ്റ്റൈൽ, അവർ ആഗ്രഹിച്ച മരണം. ഈ ആധുനികതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ജീവിതങ്ങളാണ്. ജീവിതത്തിന് അർത്ഥമില്ല. പർപ്പസ് ഓഫ് ലൈഫ്, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാ നിഅമകളും അത് നമ്മൾ ആസ്വദിക്കുന്നു. അതിന് നന്ദി കാണിക്കാതെ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ് എന്ന് മനസ്സിലാക്കാതെ മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടേയിരിക്കാൻ. നിങ്ങൾ ആലോചിച്ചു നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പോക്ക് അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ളൊരു ചാനൽ, ആ ചാനലിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി. ആ പരിപാടിയിൽ പുതുതായിട്ട് അതിലെ കണ്ടസ്റ്റൻസ് ആണ് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പൊ എല്ലാ ആഭാസങ്ങളും വീട്ടിലേക്ക് എത്തുകയാണ്. എല്ലാ ആഭാസങ്ങളും വീട്ടുകളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ്. എന്തിനാണ് ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ ജീവിതത്തിന്റെ സാക്ഷാത്കാരം എങ്ങനെയായിരിക്കണം, ജീവിതത്തിന്റെ അർത്ഥം എങ്ങനെയായിരിക്കും തുടങ്ങിയ വളരെ മൗലികമായ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റലായ പല ചോദ്യങ്ങളും അവർ മറന്നുപോയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ വെറുതെ കന്നുകാലികളെ പോലെ ജീവിക്കുക, ഇതിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ്. അവിടെയാണ് നാം നമ്മുടെ ദീൻ തിരിച്ചു പിടിക്കേണ്ടത്. നമുക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നു എന്നാണ്. ഷെയ്ഖ് അഹ്മദ് യാസീനെ പറ്റി ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. അദ്ദേഹം പറയുന്നത് ഷെയ്ഖ് അഹ്മദ് യാസീന്റെ ജീവിതം മുഅ്ജിസാത്തുല്ലാഹി ഫീ ഖൽഖിഹി എന്നാണ്. മുഅ്ജിസത്താണ്. എങ്ങനെയുള്ള മുഅ്ജിസത്ത്? അത് അള്ളാഹു തന്റെ സൃഷ്ടിപ്പിലൂടെ, ചില ആളുകളുടെ ജീവിതത്തിലൂടെ, ചില പ്രസ്താവനകളിലൂടെ അള്ളാഹു ചില മുഅ്ജിസാത്തുകൾ കാണിക്കുമെന്നാണ്. അതിന്റെ ഒരു വിവക്ഷ അൽ ആയാത്ത് അൽ ബാഹിറ വദ്ദലാഇൽ അൽ അലീമ അല്ലതി തുഹിറു ഖുദ്റത്തല്ലാഹി വഹിക്മതുഹു ഫീ മഖ്ലൂഖാതി. ചില മനുഷ്യന്മാരെ നമുക്ക് കാണുമ്പോൾ, ചില മനുഷ്യന്മാരുടെ ജീവിതം കണ്ടുപോകുമ്പോൾ നമുക്ക് അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് തോന്നിപ്പോവും. എന്ന് മാത്രല്ല, അവരുടെ ജീവിതവും അവരുടേത് മാതൃകാപരമായ ജീവിതമാണല്ലോ അല്ലെ? ഷെയ്ഖ് അഹ്മദ് യാസീൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് കൈകാലം നനക്കാൻ പറ്റുന്നില്ല, വീൽ ചെയറിൽ മാത്രമാണ്. അങ്ങനെ വീൽ ചെയറിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ ഒരു പ്രസ്ഥാനത്തിന്റെ നായകസ്ഥാനം വഹിക്കാൻ, ഇത് അള്ളാഹുവിന്റെ മുഅ്ജിസത്താണ്. അള്ളാഹു ചില സൃഷ്ടികളിലൂടെ, ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരിലൂടെ അവൻ ചില കാര്യങ്ങൾ, ചില ദൃഷ്ടാന്തങ്ങൾ അത് ബാക്കിയുള്ള മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അനസ് ഷെരീഫ് എന്ന് പറയുന്ന അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകൻ. 2 ആഴ്ച മുമ്പ് ഞാൻ ഖുതുബ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടുകൂടിയായിരുന്നു. അന്ന് അദ്ദേഹം പോരാട്ട രംഗത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. എന്നാൽ 5 ദിവസം മുൻപ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസിയത്ത്, അത് സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വസിയത്താണ്. യഅലമുല്ലാഹു അന്നനി ബദൽതു കുല്ലമാ അംലികു മിൻ ജുഹദിൻ വഖുവ. അദ്ദേഹം പറയാണ്, അല്ലാഹുവിനറിയും, യഅലമുല്ലാഹു, അല്ലാഹുവിനറിയും, അന്നനി ബദൽതു കുല്ലമാ അംലികു മിൻ ജുഹദിൻ വഖുവത്തിൻ, എൻ്റെ മാക്സിമം എഫേർട്ട്, എൻ്റെ എല്ലാ ശക്തിയും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. ലിഅകൂന സനദൻ വസൗതൻ ലിഅബ്നാഇ ശഅബി, നമ്മുടെ സമൂഹത്തിന്റെ മക്കൾക്ക് വേണ്ടി. അബ്നാഇ ശഅബി എന്നാണ് നമ്മുടെ സമൂഹത്തിന്റെ മക്കൾക്ക് വേണ്ടി.
ഫിലസ്തീനിലെ മക്കൾക്ക് വേണ്ടി എൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ജീവിതം അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതമാണ്. ഇങ്ങനെ പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും പ്രിയമുള്ളവരെ? അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ജേർണലിസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ ജേർണലിസ്റ്റുകളുണ്ട്, അതുമാത്രമല്ല പല പ്രൊഫഷനുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്ക് പറയാൻ സാധിക്കോ, എൻ്റെ പ്രൊഫഷൻ ഒരു ടൂളാക്കിക്കൊണ്ട്, എൻ്റെ പ്രൊഫഷൻ ഒരു വസീലയാക്കിക്കൊണ്ട് അത് അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ, അള്ളാഹിന് വേണ്ടി ജീവിക്കാൻ, അവന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് എൻ്റെ പ്രൊഫഷൻ കൊണ്ട് അതെന്തുമാകട്ടെ സാധിച്ചിട്ടുണ്ട് എന്ന് അനസ് ഷരീഫ് പറഞ്ഞ പോലെ പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? അദ്ദേഹം പറയുന്നു, ഇഷ്തുൽ അലം ബികുല്ലി തഫാസീൽ, ഞാൻ ജീവിച്ചത് അത് വേദനയുടെ കൂടെയാണ്, അലമിന്റെ കൂടെയാണ്. വദുത്തുൽ വജ, ഞാൻ വിശന്ന് ഞാൻ ഒരുപാട് അസ്വസ്ഥപ്പെട്ടു. വൽ ഫഖദ് മിറാറൻ, ഒരുപാട് തവണ ഞാൻ വിശന്ന് വലഞ്ഞിട്ടുണ്ട്. വറഅമ ദാലിക ലം അതവാന യൗമൻ അനഖൽ ഹഖീഖ കമാ ഹിയ, എന്നാൽ പോലും ഒരു ദിവസം പോലും ഒരു നിമിഷവും ഞാൻ ഈ യാഥാർത്ഥ്യങ്ങൾ, ഈ ഹഖീഖത്ത്, ഫലസ്തീനിലെ സംഭവവികാസങ്ങൾ, വംശഹത്യ, ജനസൈഡ്, ഇത് ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു നിമിഷം പോലും ഞാൻ ലം അത്തവാന അമാന്തത കാണിച്ചിട്ടില്ല, ഞാൻ ഒരു വൈമുഖ്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ബിലാ തസ്വീരിൻ ഔ തഹ്രീഫിൻ, ഒരു വളച്ചെടുക്കലും കൂടാതെ ആ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ലോകത്തിന്റെ മുന്നേ എത്തിച്ചിട്ടുണ്ട് എന്നാണ്. ആലോചിച്ചു നോക്കൂ, ഇത് ഒരു മനുഷ്യൻ സാധ്യമാക്കിയ വിപ്ലവമാണ്. അൽ ജസീറയിലെ വെറും ഒരു ജോലിക്കാരനാണ്. ആ ജോലിക്കാരൻ സാധ്യമാക്കിയ നഹ്ലയാണ്, വിപ്ലവമാണ്. അദ്ദേഹത്തോട് പല ആളുകളും പല പ്രാവശ്യവും പറഞ്ഞു, നിങ്ങൾ ഖത്തറിലേക്ക് വന്നോളൂ, ഖത്തറിലാണ് ഇതിന്റെ ആസ്ഥാനം, അൽ ജസീറയിലെ, ഖത്തറിലേക്ക് വന്നോളൂ, അവിടെ പിന്നെ നിങ്ങൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടും, എന്ന വാർത്ത അദ്ദേഹത്തിന് കേട്ടിട്ടും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വിശപ്പ് സഹിച്ച് ഉറക്കമിളച്ച് അദ്ദേഹം ആ പോരാട്ട ഭൂമിയിൽ യഹ്യാ സിൻവാർ ജീവിച്ച പോലെ, ഇസ്മായിൽ ഹനിയ ജീവിച്ച പോലെ, നേതാക്കൾ ജീവിച്ച പോലെ ഒരു പത്രപ്രവർത്തകനും അദ്ദേഹത്തിന്റെ ദൗത്യം, ആ ദൗത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണ്. അത് അൽ ജസീറ ഏൽപ്പിച്ച ദൗത്യമല്ല, അത് തങ്ങൾ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏൽപ്പിച്ച ദൗത്യമല്ല, അതല്ല നിങ്ങളുടെ ദൗത്യം. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇസ്തിഖ്ലാഫ്, ഖലീഫത്തുല്ലാഹി ഫിൽ അർദ് എന്ന ദൗത്യമുണ്ട്. ആ ദൗത്യം അദ്ദേഹം വളരെ ഭംഗിയായി അദ്ദേഹം ഭൂമിയിൽ നിർവഹിച്ചു എന്നാണ് അൽ ജസീറയിലെ ഒരു ലേഖകനായ ഹുസൈൻ അൽ ബത്തിഷ് അദ്ദേഹം പറയുന്നുണ്ട്. അനസിന്റെ ധീരത, അനസിന്റെ ആ ചിത്രം, അനസിന്റെ സാന്നിധ്യം തന്നെ ഇസ്രായേലിന്റെ ഒരു ലോകത്തുള്ള അവന്റെ ക്രെഡിബിലിറ്റി, ഇസ്രായേലിന്റെ ഒരു ഇമേജ്, അതിന് ഏറ്റവും വലിയ ആഘാതം വരുത്തിയത് ഈ മുഹമ്മദ് അനസ് ഷരീഫിന്റെ ഇടപെടൽ ആണ് എന്നാണ്. ആലോചിച്ച് നോക്കൂ, ശരിക്കും ലോകമാധ്യമങ്ങൾ, ഇന്റർനാഷണൽ മീഡിയാസ്, BBC അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തകളെ വളച്ചൊടുക്കാൻ, ഇസ്രായേലിന് അനുകൂലമായിട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും കിൽഡ്, ഡെഡ് എന്നിങ്ങനെ അതിന് പോലും രാഷ്ട്രീയം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ അനസ് ഷരീഫിന്റെ ആ സാന്നിധ്യം തന്നെ, ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അത് ലോകത്തേക്ക് സ്പ്രെഡ് ആവുകയാണ്. അതികാരണമായിട്ട് ലോകത്തിന്റെ പല ക്യാമ്പസുകളിൽ, അമേരിക്കയിൽ, മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ, കുട്ടികൾ തെരുവിലിറങ്ങാൻ, ഭരണകൂടത്തിന് പിന്നെ താല്പര്യമില്ലെങ്കിലും അവർ അടിച്ചമർത്തുണ്ടെങ്കിലും അവിടുത്തെ സ്റ്റുഡൻസ് ജാതി മതവർഗഭേദമന്യേ അവർ തെരുവിലിറങ്ങുന്നു, വ്യത്യസ്തങ്ങളായ പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നു, ക്യാമ്പുകൾ നടത്തുന്നു, ടെന്റിട്ട് അതിൽ പ്രതിഷേധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയൊരു വിപ്ലവത്തിന്, വ്യത്യസ്തങ്ങളായ ബോയ്ക്കോട്ട് മൂവ്മെന്റുകൾക്ക് കാരണമാകുന്നത്, അതിന് പ്രചോദനം നൽകുന്നത് ഈ ജേർണലിസ്റ്റുകൾ,
അവരുടെ പ്രൊഫഷനിൽ നിന്ന് കവിഞ്ഞുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ച ദൗത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്നാണ്. അദ്ദേഹം ചെയ്യുന്ന വലിയൊരു ചേഞ്ചാണ്, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ. 29 വയസ്സ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. നിങ്ങൾ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല. ഒരാൾ 80 വർഷം ജീവിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ 80 വർഷത്തെക്കാളും 25 വയസ്സിൽ ചെറുപ്പക്കാരൻ ചെയ്യാൻ പറ്റും. പല ജേർണലിസ്റ്റുകളും കൊല്ലപ്പെട്ട് 25 വയസ്സിലും 26 വയസ്സിലും 29 വയസ്സിലൊക്കെയാണ്. അവരുടെ ജീവിതം അർത്ഥപൂർണ്ണമായിരുന്നു, നിരർത്ഥകായിരുന്നില്ല. നമ്മളോട് ചോദിച്ചു നോക്കുക, നമ്മുടെ ഒരു 24 വയസ്സായ നമ്മളുണ്ട്, ഇതിൽ ആളുകളുണ്ട്. 30 വയസ്സായ ആളുകളുണ്ടാവും, 40, 50, 60, 70, 80 മുകളിലുള്ള ആളുകളുണ്ടാവും. നമ്മുടെ ഒരു ജീവിതകാലത്ത് അള്ളാഹു ഇത്രയും ടൈം സ്പാൻ, ഇത്രയും അവസരങ്ങൾ, ദീർഘായുസ് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് അടയാളപ്പെടുത്താൻ ആസാറുകളായി നമ്മുടെ ആസാർ അള്ളാഹു നോക്കുക. നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്, ആ എല്ലാ കാര്യം അള്ളാഹു രേഖപ്പെടുത്തും. അങ്ങനെ ആ പുസ്തകത്തിൽ എത്ര ചെറുതാണെങ്കിലും അത് രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. നമ്മൾ സ്വയം തന്നെ ചോദിച്ചു നോക്കുക, പ്രിയമുള്ളവരെ, എൻ്റെ ഇത്രയും കാലമുള്ള ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയാൻ മാത്രം അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അനസ് ഷരീഫിന്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു തൃപ്തികരമായ ജീവിതം, സ്തുത്യർഹമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇക്കാലയളവിൽ സാധിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പം അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക. മഹാനായ ഹസനുൽ ബന്ന റഹിമഹുമുള്ള അദ്ദേഹം ജീവിച്ചത് 43 വർഷം മാത്രമായിരുന്നു. ആ 43 വർഷം അദ്ദേഹത്തെ ജീവിതം അത് ശത്രുക്കൾക്ക് വലിയൊരു ആഘാതമായിട്ട് മാറി. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം പോലും ഭയപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ജീവിച്ച ഹസനുൽ ബന്നയേക്കാൾ, ജീവിച്ചിരുന്ന സയ്യിദ് കുത്തുബിനേക്കാൾ, ജീവിച്ചിരുന്ന സയ്യിദ് മൗദൂദിയേക്കാൾ മരണപ്പെട്ടവരാണ്. മരണപ്പെട്ടതിന് ശേഷമാണ് അവർ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അവരുടെ ആശയങ്ങൾ ലോകത്ത് ചർച്ചയ്ക്ക് വഴിവെക്കാൻ. ഇത് പറയുന്നത് ഇവരൊക്കെയും ഇത്രയും ചെറിയ കാലത്ത് ലോകത്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ വരിവരിയായിട്ട് നിൽക്കുമ്പോൾ അള്ളാഹു ഓരോരുത്തരോടും ചോദിക്കും, ഒരാൾ ഒഴിവാക്കൂല. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ഈ കാലയളവിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് നമുക്ക് എന്താണ് മറുപടി പറയാൻ സാധിക്കുക എന്നതാണ്. നമ്മൾ അള്ളാഹുമായിട്ടൊരു കരാറിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും. മുഅ്മിനീനുകൾ, യഥാർത്ഥ മുഅ്മിനീകളുമായി അള്ളാഹു ഒരു ബൈഅ്, ഒരു കച്ചവടം, ഒരു ട്രേഡ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ആ കച്ചവടം? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ. അള്ളാഹു മുഅ്മിനീകളിൽ നിന്ന് ഇശ്തറ, അള്ളാഹു വാങ്ങുന്നു. അൻഫുസഹും, അവരുടെ ജീവൻ, അവരുടെ ഏറ്റവും അവരിഷ്ടപ്പെടുന്ന അവരുടെ നഫ്സ്, അത് അല്ലാഹു വാങ്ങുന്നു. വഅംവാലഹും, അവരുടെ സമ്പത്ത്. അപ്പൊ ജീവൻ കൊണ്ടുള്ള ജിഹാദ്, സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്. ബിഅന്ന ലഹുമുൽ ജന്ന, വെറുതെ വാങ്ങാനല്ല, സ്വർഗം. സ്വർഗം പകരമായി വെച്ചുകൊണ്ട് അള്ളാഹു അവരുടെ ജീവനും സമ്പത്തും വാങ്ങുന്നു എന്നാണ്. നമുക്ക് അങ്ങനെയുള്ള തീക്ഷ്ണമായ അനുഭവങ്ങൾ വന്നിട്ടില്ല, അല്ലെ? ജീവൻ കൊടുക്കാൻ മാത്രമുള്ള ഒരു അവസ്ഥാവേശങ്ങളിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ട, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഇൻ കേസ് സപ്പോസ് ജീവൻ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ അതിന് സന്നദ്ധമാകുമോ? നമുക്ക് അത് ഫേസ് ചെയ്യാനുള്ള, അങ്ങനെയുള്ളൊരു പോരാട്ടം ഫേസ് ചെയ്യാനുള്ളൊരു മനഃശക്തി നമുക്കുണ്ടോ? നമ്മൾ ഈമാനികമായി അത്രയും ഉയർന്ന നിലയിലാണോ? തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അപ്പോ ഇവരാണ് മുഅ്മിനീങ്ങൾ, ഇവരാണ് മുഅ്മിനീങ്ങൾ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളുമായിട്ടുള്ള ഒരു കച്ചവടം നടത്തിയിരിക്കുന്നു. പിന്നെ അല്ലാഹു പറഞ്ഞു, യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതും. ഫയഖ്തുലൂന വയുഖ്തലൂൻ, അവർ കൊല്ലും, കൊല്ലപ്പെടും.
ഇതൊക്കെ ഒരു യുദ്ധം ഉണ്ടായ സാഹചര്യമുള്ള ആയത്തുകളാണ്. അവർക്കുള്ള പ്രതിഫലം അത് തൗറാത്തിലും ഇഞ്ചീലും ഖുർആനിലും ഈ 3 വേദഗ്രന്ഥത്തിലും അള്ളാഹു പഠിപ്പിച്ചതാണ്. ഈ കരാർ ആരെങ്കിലും പൂർത്തീകരിച്ചാൽ അവർക്കിതാ സന്തോഷ വാർത്ത. അവർ നടത്തിയ കച്ചവടത്തിൽ അള്ളാഹുമായിട്ട് ഏർപ്പെട്ട കരാറിൽ അവർക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവർക്ക് മഹത്തായ വിജയം ഉണ്ട് എന്നാണ്. ഇതാണ് ഈ കരാർ പൂർത്തീകരിക്കാൻ നമുക്ക് എത്ര കണ്ട് സാധിക്കും? നമുക്ക് അങ്ങനെയുള്ള അവസ്ഥയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് കഴിയുന്ന രീതിയിൽ എത്ര കണ്ട് ഇത് നമ്മുടെ കൺസേൺ ആയിട്ട് മാറുന്നുണ്ട് എന്നത് നമ്മൾ നിരന്തരമായിട്ട് ആലോചിക്കേണ്ട കാര്യം കൂടിയാണ്. പല ആളുകളും പറയാറുള്ളത് ഗസക്കാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാണ്. ഗസക്കാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, അതുകൊണ്ടാണ് അവർ ഈ യുദ്ധഭൂമിയിൽ അണിനിരക്കുന്നത് എന്നാണ് പല ആളുകളും പറയാറുള്ളത്. എന്നാൽ ഡോക്ടർ നായിഫ് ബിൻ നഹാർ, അദ്ദേഹം ഖത്തർ യൂണിവേഴ്സിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, മാത്രമല്ല ഒരു അക്കാഡമിഷ്യൻ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല കാര്യം. അവർക്കൊന്നുമില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നഷ്ടപ്പെടാനൊന്നുമില്ല. എന്നാൽ അങ്ങനെ പറയൽ അത് വലിയ ദുൽമാണ്. അങ്ങനെ പറയാൻ നിങ്ങൾ പാടില്ല. ആ പറച്ചിൽ അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ദുൽമാൻ. ഈ അറബി തമ്പ്രാക്കന്മാരുണ്ടല്ലോ, എല്ലാ എന്റർടൈൻമെന്റുകളും ചെയ്തുകൊണ്ട്, ഈ ഗസ വിഷയത്തിൽ മൗനം പാലിച്ചുകൊണ്ട്, ഒന്നും ചെയ്യാതെ ആഭാസങ്ങൾ കാണിക്കുന്ന, ആർമാദിക്കുന്ന, അവരെക്കാൾ ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ ഈ ഗസക്കാർ കഴിയുമായിരുന്നു. എപ്പോൾ ഈ മുഖാവമത്ത്, ഈ റെസിസ്റ്റൻസ് അവർ ഒരു ഓപ്ഷനായിട്ട് സ്വീകരിച്ചില്ല എങ്കിൽ അവർ പിന്നെ പറയാൻ ഓക്കെ ഞങ്ങൾ പോവാൻ, ഞങ്ങൾക്ക് ഈ ഭൂമി വേണ്ട, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ പ്രതിരോധം അതവർ തെരഞ്ഞെടുക്കാതിരുന്നാൽ അവർക്ക് ഏറ്റവും നല്ല ജീവിതം ലഭിക്കുമായിരുന്നു. അവർ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് ആസ്വാദനങ്ങൾ വേണ്ട, ഞങ്ങൾ ജനിച്ച ഈ ഭൂമിയിൽ, ഞങ്ങളുടെ ഈ ഭൂമിയിൽ, ഈ ഖുദ്സിന്റെ മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കണം എന്ന വളരെ നിർണായകമായ തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇതൊക്കെയും അവർക്ക് നേരിടേണ്ടി വന്നത്. ഇതൊക്കെയും ആ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ നമ്മുടെ വിഷയം അനസ് ഷരീഫാണ്. അപ്പൊ അനസ് ഷരീഫിന് തീരുമാനിക്കായിരുന്നു, ഖത്തറിൽ ജീവിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ കംഫർട്ട് സോണിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട്, മുതലാളി അനുസരിച്ചുകൊണ്ട് അങ്ങനെ അടിമത്തത്തിന്റെ ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ അനസ് ഷരീഫ് റഹിമഹുല്ലാഹ് ഷഹീദ് അദ്ദേഹം തീരുമാനിച്ചത് അങ്ങനെയുള്ള ഒരു കംഫർട്ട് ലൈഫ്, അങ്ങനെയുള്ള പ്രയാസങ്ങളില്ലാത്ത ജീവിതം, ഞങ്ങളുടെ സഹോദരന്മാർ മരിക്കുമ്പോൾ ശബ്ദിക്കാത്ത ജീവിതം, പോരാടാത്ത ജീവിതം, ഒന്നും പറയാത്ത ജീവിതം, അത് എനിക്ക് സംഗതമല്ല, അത് വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ചേർന്നതല്ല. ഇങ്ങനെ ഷരീഫ് മനസ്സിലാക്കി. മാത്രല്ല അദ്ദേഹം ആ ഗസ ഭൂമിയിൽ, ഷമാല് ഗസ, അവിടെ ജീവിച്ചുകൊണ്ട് തൻ്റെ തീരുമാനത്തെ അദ്ദേഹം സാക്ഷാത്കരിച്ചു. പ്രയോജനത്തിൽ അദ്ദേഹം ആ ജീവിതം നമുക്ക് കാണിച്ചു തന്നു എന്നാണ്. അദ്ദേഹം ആ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വർത്താനുണ്ട്, നിങ്ങൾ കാണാൻ പറ്റും അൽ ജസീറയിൽ. ഉമ്മ പറയാൻ, എൻ്റെ മകൻ എപ്പോഴും ബിസിയായിരുന്നു, എൻ്റെ മകന് എപ്പോഴും ഈ ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഉമ്മ തൃപ്തിപ്പെട്ട ജീവിതം. മാത്രല്ല അദ്ദേഹം ഏറ്റവും നല്ലൊരു പെൺകുട്ടിയെ വളർത്തിയെടുത്തു എന്നാണ്. അനസ് ഷരീഫിന്റെ മോളുമായിട്ടുള്ളൊരു ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോളോട് ചോദിക്കാൻ എന്താണ് മോളുടെ ആഗ്രഹം,
അപ്പൊ വാപ്പയെ പോലെ ജേർണലിസ്റ്റ് ആവണം, ഗസക്ക് വേണ്ടി പോരാടണം. അപ്പൊ ഈ ഗസ വിട്ട് എനിക്ക് പോണോ? ചെറിയ കുട്ടി പറയാൻ, ഈ ഗസ വിട്ട് മോൾക്ക് പോണോ? വേറെ ജോർദാനിലേക്കോ അവിടെ എവിടെയെങ്കിലും പോണോ? മോള് പറയാണ് എനിക്ക് പോണ്ട, എനിക്ക് ഗസയിൽ ജീവിക്കണം, ഞാൻ ഈ ഗസയെ ഇഷ്ടപ്പെടുന്നു എന്ന് ചെറിയ പെൺകുട്ടി പറയണമെങ്കിൽ അവിടെ ശരിക്കും ഒരു ഉപ്പയുടെ വിജയം കൂടിയാണ്. അനസ് ഷരീഫ് നല്ല മാധ്യമ പ്രവർത്തകനാണ്, ഉമ്മക്ക് തൃപ്തിപ്പെട്ട മോനായി, ഗസയിലെ പ്രിയപ്പെട്ട പുത്രനായി, മാത്രല്ല നല്ലൊരു പിതാവുമായിട്ട് അദ്ദേഹം മാറുകയാണ്. അനസ് ഷരീഫ് മാത്രമല്ല, സഹോദരിമാർക്ക് മാതൃകയായിട്ട് ഇബ്തിഹാൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇബ്തിഹാൽ മൈക്രോസോഫ്റ്റിലെ ഒരു കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു, നല്ല സാലറി വാങ്ങിക്കുന്ന ഒരു എഞ്ചിനീയർ. അങ്ങനെ മൈക്രോസോഫ്റ്റിന്റെ 50th ആനിവേഴ്സറി 50ാം വാർഷികത്തിൽ ഇബ്തിഹാൽ അവിടുന്ന് വലിയ രീതിയിലുള്ള ഒരു വിപ്ലവത്തിന് തിരികൊടുത്താണ്. ഇബ്തിഹാൽ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വാർ പ്രോഫിറ്റിയാണ്. സിഒന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാൻ, നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഏറ്റവും നികൃഷ്ടമായ ജീവിയാണ്, എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കസിയയും അവിടെ പിന്നെ ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധം ചെയ്യാൻ. അങ്ങനെ ഇബ്തിഹാലിന്റെ ജോലി പോകുന്നുണ്ട്. പിന്നീട് ഇബ്തിഹാൽ ഏറ്റവും ഡിമാൻഡുള്ള ആളായിട്ട് ലോകത്ത് മാറാണ്. യഖീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇബ്തിഹാലിന് ജോലി കൊടുക്കുന്നു, വലിയ പ്രൊഫഷൻ കൊടുക്കുന്നു. അത് ആലോചിക്കുന്ന വിഷയം ഇതാണ്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിയായ കാര്യത്തിൽ നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഭാവി അത് അള്ളാഹു നോക്കിക്കോളുമെന്നാണ്. അപ്പൊ ഇബ്തിഹാൽമാർ നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും വലിയ പാഠമാണ്. തിന്മ കണ്ടാൽ പിന്നെ അമാന്തത പാടില്ല, തെറ്റ് കണ്ടാൽ നമ്മുടെ മുതലാളിയല്ലേ അല്ലേ, ഇത് പോയാൽ പിന്നെ കുടുംബത്തിനൊക്കെ പ്രശ്നമാവും. എൻ്റെ ഒരേ ഒരു ജോലിയാണ്, അപ്പൊ ഇയൊക്കെ എല്ലാ ഫ്രസ്ട്രേഷനും എല്ലാ പ്രഷറൊക്കെ അല്ലെ മുതലാളിമാരുടേതൊക്കെ സഹിച്ചുകൊണ്ടുള്ള ജീവിതം, അങ്ങനെ അടിമ ജീവിതം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. ഇസ്ലാം നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം. അത് നിങ്ങൾക്ക് എത്ര പ്രയാസകരമാണെങ്കിലും നിങ്ങൾ ആ തീരുമാനം എടുക്കണം. ഇതാണ് നമുക്ക് ഗസയും അവിടുത്തെ നിവാസികളും അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകരൊക്കെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പാഠം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതം സാധ്യമാക്കാൻ നാം പരിശ്രമിക്കണം. ഇത് എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് കുറച്ച് പണിയെടുക്കേണ്ടി വരും. കുറച്ചൊരു ജിഹാദുൻ നഫ്സ്, നമ്മുടെ ആഗ്രഹങ്ങളോട് പടപൊരുതേണ്ടി വരും. സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞത് എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിന് വല്ലാത്തൊരു വിൽ പവർ അത് ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു വിൽ പവറുള്ള അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവൻ നയിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി നാഥൻ നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ.